ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഓവനൊന്നും ഇല്ലാതെ ഒരു ക്യാരറ്റ് കേക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഏത് കേക്ക് ഉണ്ടാക്കുന്ന സമയത്തും ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് കുറച്ച് ഓയിൽ തൂവി കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി എല്ലായിടത്തും ഒരുപോലെ തട്ടി ബാലൻസ് വരുന്ന മൈദ ഒഴിവാക്കി കേക്ക് ടിന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് മൈദ എടുത്ത് അതിലേക്ക് 4 ഗ്രാമ്പൂ ഇട്ട് നന്നായിട്ട് പൊടിച്ച് വയ്ക്കുക. പഞ്ചസാര ചൂടാവാതിരിക്കാൻ നോക്കണേ. അങ്ങനെ പൊടിച്ച് വെച്ച പഞ്ചസാര നമുക്ക് മാറ്റി വെച്ച് ഒരു സ്ട്രെയിനർ എടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 2 കപ്പ് കറക്റ്റ് വടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു വിസ്ക് വെച്ചിട്ട് വേണമെങ്കിൽ അരിച്ചെടുക്കാം, അല്ലാതെ കൈകൊണ്ട് ഇങ്ങനെ തട്ടി അരിച്ചെടുക്കാം. നന്നായി സ്ട്രെയിൻ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് വിസ്ക് വെച്ച് ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്യാരറ്റ് എടുത്ത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. 1 കപ്പോളം ക്യാരറ്റാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത്. അങ്ങനെ നന്നായി ഗ്രേറ്റ് ചെയ്തിട്ട് 1 കപ്പ് ക്യാരറ്റ് അത് നമുക്ക് മാറ്റി വെച്ച് ഒരു ബൗളെടുത്ത് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ ബൗളിലൊന്നും ഒട്ടും നനവില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണേ. നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങളായിട്ടിരിക്കണം. എന്നിട്ട് ലോ സ്പീഡിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. എഗ്ഗ് ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അങ്ങനെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായി ബീറ്റ് ചെയ്യാം. അങ്ങനെ നന്നായി ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയി വരുന്ന വരെ ബീറ്റ് ചെയ്യാം. പിന്നെ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറച്ചായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരുമിച്ച് എല്ലാം കൂടെ ഇട്ട് ബീറ്റ് ചെയ്യരുത്. കുറച്ച് ചേർത്തിട്ട് വേണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ. നല്ല ഫ്ലഫി ആയി വരുന്ന വരെ ബീറ്റ് ചെയ്യാം. സ്പീഡ് വേണം കൂട്ടി കൊടുത്ത് നമുക്ക് ബീറ്റ് ചെയ്യാം. അങ്ങനെ നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഓവർ ബീറ്റിംഗ് പാടില്ല, ഒന്ന് ജസ്റ്റ് എല്ലാം മിക്സായി വന്നാൽ മതി. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മൈദ മിക്സ് ചേർത്ത് മെല്ലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇളക്കി കൊടുക്കുക. കുറേശ്ശെ ചേർത്ത് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാലൂടെ ചേർത്ത്, ഇളം ചൂടുള്ള പാലാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് പാൽ, ഒരു 1/2 കപ്പോളം പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് പാലും കുറച്ച് മൈദ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യുന്ന മാതിരി തോന്നുന്നത്, പക്ഷെ പതുക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം നല്ല മിക്സായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ബദാം അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിക്കുക. അങ്ങനെ എല്ലാം ഒഴിച്ച് കേക്ക് ടിന്ന് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഉള്ളിലെ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിന്ന് ഇവിടെ കേക്ക് ഉണ്ടാക്കുന്നത് ഒരു ചെമ്പിലാണ്. മൂടിയുള്ള ചെമ്പ് നേരത്തെ ഒരു 10 മിനിറ്റ് മുന്നേ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി അതിലേക്ക് ഒരു റിങ് വെച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ കേക്ക് ടിന്ന് വെച്ചിട്ടുള്ളത്. അങ്ങനെ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ മൂടി തുറന്ന് അതിലേക്ക് മുകളിൽ കുറച്ച് ബദാം കട്ട് ചെയ്തതും കുറച്ച് കാരക്ക കട്ട് ചെയ്തതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാണാനൊരു ഭംഗിക്കും.
പിന്നെ ഈ കാരക്കേൻ്റെ മധുരമൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റും കൂടി ഉണ്ടാവും. അങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മളൊരു 35 മിനിറ്റ് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് കിട്ടും. വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നമുക്ക് ഓവർ മധുരമൊന്നും തോന്നില്ല. മധുരമൊക്കെ പാകത്തിനാണ് വരിക. ഇതേ അളവിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പാകത്തിലാണ് മധുരം എല്ലാം വരിക. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങൾക്ക് മുറിക്കുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.